ഒരു കാര്യം കൂടി നോട്ട് ചെയ്യുക, അദ്ദേഹം നമ്മളുടെ ക്വീൻ എലിസബത്ത് ഫസ്റ്റിന് ഗ്രീക്ക് ആൻഡ് ലാറ്റിന്റെ കൂടാതെ ഇറ്റ് വാസ് ദി ഫസ്റ്റ് book on archery in English. First book on. Welcome to Entri app. എൻ്റെ പേര് മീര. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ UGC-NET ഇംഗ്ലീഷിന് യൂസ്ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഒരു മെത്തേഡിലൂടെ, ഒരു ചെയിൻ മെത്തേഡിലൂടെയും ട്രിക്സ് ആൻഡ് ടിപ്സിലൂടെയും ഒക്കെ പറഞ്ഞു പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു ക്ലാസ്സിന് വേണ്ടി സെറ്റ് ആണ് എന്നാണ് വിശ്വാസം. നമുക്ക് എന്തായാലും ക്ലാസ്സിലോട്ട് പോകാം. ഇന്ന് നമ്മൾ RRR എന്ന രീതിയിൽ 3 റൈറ്റേഴ്സ്, 6 വെച്ച് പേര് തുടങ്ങുന്ന 3 റൈറ്റേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഈ 3 റൈറ്റേഴ്സ് എന്ന്. ദി ഫസ്റ്റ് റൈറ്റർ എന്ന് പറയുന്നത് റോജർ എസ്കാം ആണ്. റോജർ എസ്കാം എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് സ്കോളർ ആണ്. അദ്ദേഹം ഒരു ഡിഡാക്റ്റിക് റൈറ്റർ ആണ്. അദ്ദേഹത്തിന്റെ പ്രോ സ്റ്റൈലിന് അദ്ദേഹം വളരെ ഫേമസ് ആണ് എന്ന് കൂടി ഓർക്കുക. കൂടാതെ അദ്ദേഹം എഡ്വേർഡ് 6ന്റെയും അതുപോലെ മേരി ഫസ്റ്റ്, ക്വീൻ എലിസബത്ത് ഫസ്റ്റ് ഇവരുടെയൊക്കെ റോയൽ കോർട്ടിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയാണ് റോജർ എസ്കാം എന്ന് പറയുന്നത്. ഒരു കാര്യം കൂടി നോട്ട് ചെയ്യുക, അദ്ദേഹം നമ്മളുടെ ക്വീൻ എലിസബത്ത് ഫസ്റ്റിന് ഗ്രീക്ക് ആൻഡ് ലാറ്റിന്റെ ട്യൂട്ടർ കൂടിയായിരുന്നു റോജർ എസ്കാം എന്ന് പറയുന്നത്. 1548 to 1550 വരെ നമ്മളുടെ ക്വീൻ എലിസബത്ത് ഫസ്റ്റിന്റെ ഗ്രീക്ക് ആൻഡ് ലാറ്റിന്റെ ട്യൂട്ടർ ആയിരുന്നു എന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതുമായിട്ട് കണക്ട് ചെയ്തൊരു വർക്ക് കൂടി നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ റോജർ എസ്കാം എന്ന റൈറ്റർ ഫസ്റ്റ് പബ്ലിഷ് ചെയ്ത വർക്ക് ടോക്സോഫിലസ് എന്നൊരു വർക്കാണ്. ടോക്സോഫിലസ് എന്ന വാക്കിന്റെ അർത്ഥം ലവർ ഓഫ് ദി ബോ എന്നാണ്. ലവർ ഓഫ് ദി ബോ, ഇത് ആർച്ചറിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്. ലവർ ഓഫ് ദി ബോ എന്നാണ് ഈ ഒരു വർക്കിന്റെ പേരിന്റെ അർത്ഥം എന്ന് പറയുന്നത്. 1545 ഈ വർക്ക് പബ്ലിഷ് ചെയ്യുന്നു. ഇത് ഡെഡിക്കേറ്റ് ചെയ്യപ്പെടുന്നത് ഹെൻറി 8 ഹെൻറി 8 ഡെഡിക്കേറ്റ് ചെയ്ത വർക്കാണ് നമ്മളുടെ റോജർ എസ്കാമിന്റെ ടോക്സോഫിലസ്. ഈ ഒരു വർക്കില് പ്രാക്ടീസ് ഓഫ് ഷൂട്ടിംഗ് വിത്ത് ലോങ് ബോ ആണ് കൊടുത്തിട്ടുള്ളത്. ലോങ് ബോ വെച്ച് ഷൂട്ടിംഗ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വർക്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് ഓർക്കുക. കൂടാതെ ഇറ്റ് വാസ് ദി ഫസ്റ്റ് ബുക്ക് ഓൺ ആർച്ചറി ഇൻ ഇംഗ്ലീഷ്. ഫസ്റ്റ് ബുക്ക് ഓൺ ആർച്ചറി ഇൻ ഇംഗ്ലീഷ് ഏതാണ്? ടോക്സോഫിലസ് ആണ്. ഇനി ഈ ഒരു വർക്ക് ഒരു ഡയലോഗ് ഫോമിലാണ് കൊടുത്തിട്ടുള്ളത്. ഡയലോഗ് ഫോമിൽ, അതായത് നമ്മളുടെ ടോക്സോഫിലസും അതുപോലെ തന്നെ ഫിലോലോജസും തമ്മിലുള്ള ഡയലോഗ് ഫോമിലാണ് എന്ത് കൊടുത്തിട്ടുള്ളത്? ടോക്സോഫിലസ് എന്ന വർക്ക് കൊടുത്തിട്ടുള്ളത് എന്ന് കൂടി ഓർക്കുക. അപ്പോൾ ടോക്സോഫിലസ് എന്ന് പറയുമ്പോൾ ലവർ ഓഫ് ദി ബോ എന്നാണ് ഇതിന്റെ അർത്ഥം വരുന്നത്. ഫസ്റ്റ് ബുക്ക് ഓൺ ആർച്ചറി ഇൻ ഇംഗ്ലീഷ് ആണ് എന്ന് കൂടി ഓർക്കുക. ആർക്ക് ഡെഡിക്കേറ്റ് ചെയ്തു? ഹെൻറി 8 ഡെഡിക്കേറ്റ് ചെയ്തു. ഇനി നമ്മൾ നേരത്തെ കണ്ടു ക്വീൻ എലിസബത്ത് ഫസ്റ്റിന്റെ ട്യൂട്ടർ ആയിരുന്നു നമ്മുടെ റോജർ എസ്കാം. അങ്ങനെയെങ്കിൽ റോജർ എസ്കാം ദ സ്കൂൾ മാസ്റ്റർ എന്നൊരു വർക്ക് കൂടി എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ട്യൂട്ടർ ആയിരുന്നു എന്ന് നമ്മൾ കണ്ടു. അദ്ദേഹം എഴുതിയിട്ടുള്ള മറ്റൊരു വർക്കാണ് സ്കൂൾ മാസ്റ്റർ. അത് പോസ്റ്റ്മസ്ലി ആണ് പബ്ലിഷ് ചെയ്യുന്നത്. 1570 പോസ്റ്റ്മസ്ലി പബ്ലിഷ് ചെയ്യുന്നു. ഈ ഒരു വർക്കില് ഇഫക്റ്റീവ് മെത്തേഡ് ഓഫ് ടീച്ചിങ് ലാറ്റിൻ, ഗ്രീക്ക് ആൻഡ് ലാറ്റിന്റെ ട്യൂട്ടർ ആയിരുന്നു ക്വീൻ എലിസബത്തിന് റോജർ എസ്കാം എന്ന് നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെ ലാറ്റിൻ പ്രോസ് കോമ്പോസിഷൻ പഠിപ്പിക്കാനായിട്ടുള്ള ഇഫക്റ്റീവ് മെത്തേഡ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കൂടാതെ സൈക്കോളജി ഓഫ് ലേണിംഗ്, എഡ്യൂക്കേഷൻ ഓഫ് ദി ഹോൾ പേഴ്സൺ, ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെന്റിനെ കുറിച്ച് അതിൽ പറയുന്നുണ്ട്. ഐഡിയൽ മോറൽ ഇന്റലക്ച്വൽ പേഴ്സണാലിറ്റി ദാറ്റ് എഡ്യൂക്കേഷൻ ഷുഡ് മോൾഡ്, അതായത് വിദ്യാഭ്യാസത്തിന്റെ യഥാർത്ഥ അർത്ഥം എന്താണ് എന്ന് ആ ഒരു ബുക്കിൽ അദ്ദേഹം കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്കൂൾ മാസ്റ്റർ. അപ്പോൾ റോജർ എസ്കാം എന്ന് പറയുമ്പോൾ 2 വർക്ക് നിങ്ങളുടെ മനസ്സിൽ ഇനി എന്തായാലും വരും. Toxophilus and the schoolmaster. Toxophilus, the lover of the bow. First book on archery, മറക്കില്ല. Schoolmaster, നമ്മളുടെ ഇഫക്റ്റീവ് മെത്തേഡ് ഓഫ് ടീച്ചിങ് ലാറ്റിൻ, ആ ഒരു ഹോളിസ്റ്റിക് എഡ്യൂക്കേഷനെ കുറിച്ച് പറയുന്നു. അതൊക്കെയാണ് സ്കൂൾ മാസ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്തത് റോബർട്ട് ബർട്ടൺ ആണ്. നമ്മളുടെ 3R വരുന്ന രണ്ടാമത്തെ റൈറ്റർ റോബർട്ട് ബർട്ടൺ.
റോബർട്ട് ബർട്ടൺ എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിൽ വരേണ്ട ഒരു വർക്കാണ് ദി അനാട്ടമി ഓഫ് മെലങ്കലി. ദി അനാട്ടമി ഓഫ് മെലങ്കലി. അനാട്ടമി ഓഫ് മെലങ്കലി എന്ന വർക്കിലോട്ട് നമുക്ക് വരാം. അതിനു മുൻപ് നമ്മൾക്ക് ഒരു വർക്ക് കൂടി പഠിക്കാം. ഫിലോസോഫാസ്റ്റർ. ഫിലോസോഫാസ്റ്റർ ഒരു ലാറ്റിൻ സറ്റാരിക്കൽ കോമഡിയാണ്, റിട്ടൺ ബൈ റോബർട്ട് ബർട്ടൺ. റോബർട്ട് ബർട്ടൺ എഴുതിയിട്ടുള്ള ഒരു സറ്റാരിക്കൽ കോമഡി ലാറ്റിൻ ആണ് എന്ന് ഓർക്കുക. അപ്പോൾ ഇവിടെ 1606 ഒരു വർക്ക് തുടങ്ങി, പിന്നീട് 1615 ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് എന്നുകൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത് നേരത്തെ ഞാൻ പറഞ്ഞു ദി അനാട്ടമി ഓഫ് മെലങ്കലി എന്നത് റോബർട്ട് ബർട്ടന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വർക്കാണ്. ഇവിടെ നമ്മൾ പൊതുവെ ഇന്ന് നമ്മൾ ഡിപ്രഷൻ എന്ന വാക്ക് വളരെ കാഷ്വൽ ആയിട്ടുള്ള കോണ്ടെക്സ്റ്റിൽ പോലും ഉപയോഗിച്ച് കാണാറുണ്ട്. എല്ലാവരും ഇത്രയും ഡെപ്ത് ഉള്ളൊരു വാക്കാണ്, പക്ഷെ വളരെ കാഷ്വലി യൂസ് ചെയ്യപ്പെടുന്ന ഒരു വാക്ക് കൂടിയാണ് നമ്മളുടെ ഡിപ്രഷൻ എന്ന വാക്ക്. അപ്പോൾ ഈ ഡിപ്രഷനെ ബേസ് ചെയ്തിട്ടുള്ളൊരു വർക്കാണ് ദി അനാട്ടമി ഓഫ് മെലങ്കലി എന്ന് പറയുന്നത്. ആരുടെയാണ്? റോബർട്ട് ബർട്ടൺ. റോബർട്ട് ബർട്ടന്റെ വർക്കാണ് ദി അനാട്ടമി ഓഫ് മെലങ്കലി. 1621 ഈ വർക്ക് പബ്ലിഷ് ചെയ്യുന്നത്. ഇത് 5 പ്രാവശ്യം റീപ്രിന്റ് അഞ്ചിലധികം പ്രാവശ്യം റീപ്രിന്റ് ചെയ്യപ്പെട്ട ഒരു വർക്ക് കൂടിയാണ് എന്ന് ഓർക്കുക. അപ്പോൾ ഇവിടെ ബർട്ടൺ ഈ ഒരു വർക്ക് എഴുതുന്നത് ഹി റോട്ട് it as much to elevate his own melancholy. അദ്ദേഹത്തിന്റെ സ്വന്തം മെലങ്കലി, ആ ഒരു ഡിപ്രഷൻ അത് മാറ്റാനും കൂടാതെ മറ്റുള്ളവർക്ക് അതൊരു എയ്ഡായിട്ട് മാറാനും വേണ്ടിയിട്ടാണ് അദ്ദേഹം ദി അനാട്ടമി ഓഫ് മെലങ്കലി എന്ന വർക്ക് എഴുതിയിട്ടുള്ളത്. അപ്പോൾ സ്വയം സെൽഫ് ക്യൂർ ആയിട്ടും അതുപോലെ തന്നെ മറ്റുള്ളവർക്കും ഉപയോഗപ്രദമാകാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ഒരു വർക്ക് എഴുതിയിട്ടുള്ളത് എന്ന് ഓർക്കുക. ഏത് വർക്കാണ്? ദി അനാട്ടമി ഓഫ് മെലങ്കലി. ഈ ഒരു വർക്ക് പലരെയും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ വർക്ക് നമ്മളുടെ സാമുവൽ ജോൺസൺ അദ്ദേഹത്തിന്റെ ഒരു മെലങ്കലിക്കായിട്ട് കണക്കാക്കിയിരുന്നു. അദ്ദേഹം നമ്മളുടെ റോബർട്ട് ബർട്ടന്റെ ഒരു ആവിഡ് റീഡർ ആയിരുന്നു എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ ബയോഗ്രഫി ലൈഫ് ഓഫ് ജോൺസണിൽ, ബോസ്വെൽസ് ലൈഫ് ഓഫ് ജോൺസണിൽ സാമുവൽ ജോൺസൺ ഈ ഒരു വർക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് the only book that ever took him out of bed 2 hours sooner than he wished to rise എന്നാണ് അദ്ദേഹം പറയുന്നത് എന്ന് ഓർക്കുക. സാമുവൽ ജോൺസൺ. കൂടാതെ നമ്മളുടെ ജോൺ കീറ്റ്സും റോബർട്ട് ബർട്ടന്റെ ഒരു ഫാൻ ആയിരുന്നു എന്ന് ഓർക്കുക. ദി അനാട്ടമി അദ്ദേഹത്തിന്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് ബുക്ക് ആയിരുന്നു. കൂടാതെ അദ്ദേഹത്തിന്റെ പോയം ലാമിയ, അദ്ദേഹത്തിന്റെ ലാമിയ എന്ന പോമിന്റെ ഒരു മേജർ സോഴ്സ് എന്ന് പറയുന്നത് ഏതാണ്? അനാട്ടമി ഓഫ് മെലങ്കലി എന്ന വർക്കാണ് എന്ന് ഓർക്കുക. 1822 വർക്കാണ് ലാമിയ. ജോൺ കീറ്റ്സിന്റെ വർക്കാണ് ലാമിയ. ഇനി നമ്മൾ ഈ റോബർട്ട് ബർട്ടന്റെ മറ്റൊരു പോയിന്റ് കൂടിയാണ് ഇവിടെ ആഡ് ചെയ്യാൻ പോകുന്നത്. അതായത് വില്യം ഓസ്ലർ എന്ന് പറയുന്നത് ഫാദർ ഓഫ് മോഡേൺ മെഡിസിൻ ആണ് വില്യം ഓസ്ലർ എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു ലൈഫ് ലോങ് ഡിവോട്ടി ആയിരുന്നു റോബർട്ട് ബർട്ടന്റെ. അദ്ദേഹം നമ്മളുടെ അനാട്ടമി ഓഫ് മെലങ്കലി എന്ന വർക്കിനെ വിശേഷിപ്പിച്ചത് ദ ഗ്രേറ്റസ്റ്റ് മെഡിക്കൽ ട്രീറ്റൈസ് റിട്ടൺ ബൈ എ layman എന്നാണ്. ദ ഗ്രേറ്റസ്റ്റ് മെഡിക്കൽ ട്രീറ്റൈസ് റിട്ടൺ ബൈ എ layman എന്നാണ് ഈ ഒരു വർക്കിനെ വിശേഷിപ്പിച്ചത്. കൂടാതെ ഓസ്ലറിന്റെ ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് കൊണ്ട് തന്നെയാണ് ഇന്ന് ഈ ഒരു മോഡേൺ ഏജിൽ പോലും റോബർട്ട് ബർട്ടന്റെ അനാട്ടമി ഓഫ് മെലങ്കലി ഇത്രയും പോപ്പുലാരിറ്റി നേടി നിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇനി അദ്ദേഹത്തിന്റെ ആ ഒരു പോപ്പുലാരിറ്റിയെ സൂചിപ്പിക്കുന്ന ഒരു പോയിന്റ് ആണ് സ്റ്റാൻലി ഫിഷ് 1972 അദ്ദേഹം എഴുതിയൊരു മോണോഗ്രാഫ് സെൽഫ് കൺസ്യൂമിങ് ആർട്ടിഫാക്ട്സിൽ പോസ്റ്റ് മോഡേൺ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ബർട്ടൺസ് അനാട്ടമി ഓഫ് മെലങ്കലി നമുക്ക് കാണാൻ സാധിക്കും. റോബർട്ട് ബർട്ടന്റെ അനാട്ടമി ഓഫ് മെലങ്കലിയുടെ ഒരു പോസ്റ്റ് മോഡേൺ ഇന്റർപ്രിട്ടേഷൻ നമ്മൾക്ക് ഈ ഒരു വർക്കിൽ കാണാൻ സാധിക്കുന്നു. അപ്പോൾ ആ ഒരു വർക്കിന്റെ പോപ്പുലാരിറ്റിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, മനസ്സിലാക്കി പഠിച്ചു വെക്കുക.
അടുത്തത് നമ്മളുടെ റോബർട്ട് ഗ്രീൻ ആണ്. 3R വരുന്ന മറ്റൊരു വ്യക്തി റോബർട്ട് ഗ്രീൻ ആണ്. അപ്പോൾ ഇവിടെ റോബർട്ട് ഗ്രീനെ കുറിച്ച് നമ്മൾക്കറിയാം യൂണിവേഴ്സിറ്റി വിറ്റ് ആണ് എന്നറിയാം. അദ്ദേഹം നമ്മളുടെ ഷേക്സ്പിയറിനെ ഗ്രോട്ട്സ് വർത്ത് ഓഫ് വിറ്റ് എന്ന വർക്കിലൂടെ അറ്റാക്ക് ചെയ്തു, കമന്റ് ആൻഡ് അപ്സ്റ്റാർട്ട് ക്രോ എന്നൊക്കെ വിശേഷിപ്പിച്ചു അല്ലെ. അതൊക്കെ മനസ്സിൽ കൊണ്ടുവരിക. കൂടാതെ മറ്റൊരു വർക്ക് കൂടി അദ്ദേഹത്തിന്റെ പഠിച്ചോളൂ. പാൻഡോസ്റ്റോ ദ ട്രയംഫ് ഓഫ് ടൈം എന്നൊരു പ്രോസ് റൊമാൻസ് കൂടി അദ്ദേഹം എഴുതിയിട്ടുണ്ട്, റോബർട്ട് ഗ്രീൻ. അത് 1588 ഈ ഒരു വർക്ക് പബ്ലിഷ് ചെയ്യുന്നത് എന്ന് കൂടി നോട്ട് ചെയ്യുക. ഇനി അദ്ദേഹവുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു ടേം ആണ് കോണി കാച്ചിങ്. കോണി കാച്ചിങ് അതൊരു എലിസബത്തൻ സ്ലാങ് ആണ് ഫോർ തെഫ്റ്റ്. എലിസബത്തൻ സ്ലാങ് ഫോർ തെഫ്റ്റ് ആണ്. ത്രൂ ട്രിക്കറി, സ്ലാങ് ഫോർ തെഫ്റ്റ്, ത്രൂ ട്രിക്കറി എന്നതാണ് അതിന്റെ മീനിങ് വരുന്നത്. ഈ ടേം ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത് ആരാണ്? റോബർട്ട് ഗ്രീൻ ആണ് ഈ ഒരു ടേം ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ഈ ടേം അദ്ദേഹത്തിന്റെ ഒരു പാംഫ്ലെറ്റിന്റെ ടൈറ്റിലാണ് ആദ്യമായിട്ട് യൂസ് ചെയ്തത്. ദ ഡിഫൻസ് ഓഫ് കോണി കാച്ചിങ്. ദ ഡിഫൻസ് ഓഫ് കോണി കാച്ചിങ് എന്ന വർക്കിലാണ് ആദ്യമായിട്ട് യൂസ് ചെയ്തത്. ഇനി ഇതിന്റെ ഒരു യൂസേജ്, ഒരു മോഡേൺ യൂസേജ് കൂടി നിങ്ങൾ കണ്ടിരിക്കുക. വെർജീനിയ വൂൾഫ് കോണി കാച്ചേഴ്സിനെ മെൻഷൻ ചെയ്യുന്നു. ഏത് വർക്കിലാണ്? കോണി കാച്ചേഴ്സ് 1928 അവർ പബ്ലിഷ് ചെയ്ത നോവൽ ഒർലാൻഡോ എ ബയോഗ്രഫിയിലാണ്. ഒർലാൻഡോ എ ബയോഗ്രഫിയിലാണ് കോണി കാച്ചേഴ്സിനെ വെർജീനിയ വൂൾഫ് മെൻഷൻ ചെയ്യുന്നത്. കോണി കാച്ചിങ് എന്ന വേർഡ് കോയിൻ ചെയ്ത ആരാണ്? നമ്മളുടെ റോബർട്ട് ഗ്രീൻ ആണ് എന്ന് ഓർക്കുക. റോബർട്ട് ഗ്രീൻ. അപ്പോൾ റോബർട്ട് ഗ്രീനെ ബേസ് ചെയ്ത് യൂണിവേഴ്സിറ്റി വിറ്റ് ആണ്. നമ്മളുടെ വില്യം ഷേക്സ്പിയറിനെ അറ്റാക്ക് ചെയ്തു. പാൻഡോസ്റ്റോ എന്നൊരു വർക്ക് നമ്മൾ കണ്ടു. അതുപോലെ കോണി കാച്ചിങ്. കോണി കാച്ചിങ്, ഈ കോണി കാച്ചേഴ്സ് എന്നൊരു ഒരു ഉപയോഗം വെർജീനിയ വൂൾഫ് അവരുടെ ഒർലാൻഡോ എന്ന വർക്കിൽ യൂസ് ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ യൂണിവേഴ്സിറ്റി വിറ്റിനെ കണക്ട് ചെയ്തും അതുപോലെ തന്നെ RRR എന്ന 3 റൈറ്റേഴ്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്നാണ് വിശ്വാസം. അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.